ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഇപ്പം നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് കിഡിലൻ ഡ്രിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് പൈനാപ്പിൾ സ്ക്വാഷാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് എടുത്ത് കുടിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ലേ. നമ്മൾ വീഡിയോ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തില്ല. അതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ബാറ്ററി ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ പുറത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഫ്രിഡ്ജിൽ വെച്ചത്. നിങ്ങൾ പൈനാപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ജ്യൂസാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പൈനാപ്പിൾ എല്ലാം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കങ്ങ് എടുക്കാം. അപ്പോൾ പൈനാപ്പിൾ എല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 800 ml അളവിലാണ് നമുക്ക് ഒരു 1.5 കിലോ പൈനാപ്പിളിന് ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. 800 ml ഒരല്പം മുകളിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ക്വാഷ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു 1.25 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരൻ്റെ അളവ് കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട. ഏകദേശം ഇത്രയും അളവിൽ പഞ്ചസാര ഉണ്ടെങ്കിലാണ് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ആ പഞ്ചസാരൻ്റെ ലെവലൊന്നും ശരിയാവുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര. ഇതൊരു ഒറ്റനൂൽ പരുവാകുന്നത് വരെ നമ്മൾ ഇതിലിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തതിന് പേരിൽ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ഒറ്റനൂൽ പരുവായിട്ട് കിട്ടും. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ മതിയാകും ഇതൊരു ഒറ്റനൂൽ പരുവാകാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൂടി വന്നാൽ ഒരു 8 മിനിറ്റ് അത്രയും മതി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് കൂടുതലായി കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാനായിട്ട്. കൂടുതലായിട്ട് തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ ഇതാ ഇങ്ങനെ തിളച്ച് വന്നാൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പത പോലെ വരും. അതൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കാം. അത് നമ്മൾ സ്ക്വാഷിനായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ക്വാഷ് അല്ലേ വേണ്ടിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആ പത പോലെ വന്നതൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള നാരങ്ങയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ നാരങ്ങ ചേർക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തില്ല ഒറ്റനൂൽ പരുവാകുന്നത് വരെ. അപ്പോൾ അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും പിന്നെ സാധാരണ ഈ സ്ക്വാഷ് ചെയ്തെടുക്കുമ്പോൾ സിട്രിക് ആസിഡൊക്കെ ചേർക്കാറുണ്ട്. അതിന് പകരം നമ്മൾ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ക്വാഷ് എല്ലാം ചൂടൊക്കെ മാറിയിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു യെല്ലോ കളറാട്ടോ. ഈ വീഡിയോയിൽ കാണുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 3 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. നന്നായിട്ട് ടൈറ്റായിട്ടുള്ള മൂടിയുള്ള ഒരു കുപ്പി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നമ്മൾ മുൻപ് വാങ്ങിയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിലാട്ടോ ഞാനിത്
കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കുടിക്കുന്ന രീതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്താൽ മതി. ഞാനിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ സ്ക്വാഷ് ചേർക്കുകയാണ്. ബാക്കി ഭാഗം വെള്ളം കൂടി ചേർത്തിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ജ്യൂസ് കുടിക്കണം തോന്നിയാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരല്പം സ്ക്വാഷ് ചേർക്കുക. ബാക്കി നമുക്ക് വെള്ളം കൂടി ഫില്ല് ചെയ്തിട്ട് അങ്ങ് കുടിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല റിഫ്രഷിംഗ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു കളറല്ല കേട്ടോ ഇതിന് ഞാൻ യഥാർത്ഥ കളർ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇപ്പോൾ നമ്മളിത് സ്ക്വാഷ് ചെയ്തെടുക്കും നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്